ആ, രാഹുൽ ഈശ്വർ എപ്പോഴും ഈ വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എനിക്കിവിടെ ചോദിക്കാനുള്ളത്, ഒരു സ്ത്രീ അനുഭവിച്ച ഇപ്പൊ ഉഭയകക്ഷി സമ്മതപ്രകാരമാണെങ്കിൽ പോലും ഒരു സ്ത്രീ ആ, വിശ്വസിച്ച് ഒരാളോടൊപ്പം കിടക്ക പങ്കിട്ടിട്ട് അദ്ദേഹത്തിൽ അവൾക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ അയാൾ പറയുകയാണ് ഈ കുഞ്ഞിനെ നശിപ്പിക്കണം, അതിനുശേഷം എനിക്കിതുമായി തുടർന്ന് പോകാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ സ്ത്രീ എന്താണ് ചെയ്യേണ്ടത്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അതിന്റെ പിതൃത്വം ഞാൻ ഏറ്റെടുക്കാം എന്നല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അപ്പൊ ഇയാളോട് ഏറ്റെടുക്കാൻ ആരും പറഞ്ഞില്ലല്ലോ എന്നല്ലേ ആ സ്ത്രീ പറയുന്നത്. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ കേട്ടതല്ലേ? അല്ല, ഒരു സെക്കൻഡ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പൊ പറയുന്നുണ്ട്, നിന്നോട് ഇത് കളയാൻ ഞാൻ പറഞ്ഞതല്ലേ, നീ ഇത് പിന്നെ ഇപ്പൊ നോക്കിയിരുന്നോ, ഞാൻ ഇപ്പോൾ ഏറ്റെടുക്കാം എന്നല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത് ആ പെൺകുട്ടിയോട്. അറിയില്ല, റിപ്പോർട്ടർ അടക്കമുള്ള ചാനലുകളിൽ നിന്ന് ഞാൻ കേട്ടപ്പോ നോക്കിയിരുന്നോ ഞാനിപ്പോ ഏറ്റെടുക്കാം എന്നുള്ളൊരു വാക്കല്ല ഞാൻ കേട്ടത്. ഇനി വേറെ ഏതെങ്കിലും ചാനലിൽ അങ്ങനെ വന്നോന്ന് എനിക്കറിയില്ല. എഡിറ്റഡ് ആയിട്ടുള്ള രേഖകളാണ്. ഇപ്പൊ റിപ്പോർട്ടറിലാണ് ഇത് ആദ്യം വന്നത്, അവിടെ നിന്നാണ് ഞാൻ കേട്ടത്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ ഏറ്റെടുക്കാമെന്നും റിപ്പോർട്ടർ പിന്നീട് വാർത്ത കൊടുത്തപ്പോ അത് ഞാൻ ഏറ്റെടുത്തോളാമെന്നും അപ്പോ ആ പെൺകുട്ടി ആരും ഏറ്റെടുക്കാൻ പറഞ്ഞില്ലല്ലോ എന്നുമാണ് പറഞ്ഞത്. പോട്ടെ, ഇനി രണ്ടായാലും ഒരുപക്ഷെ ധന്യാജി വേറെ സാധനമായിരിക്കും കേട്ടിരിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ. ആ പെൺകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരുമിച്ചറിഞ്ഞുകൊണ്ടല്ലേ ഇത് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ത്രീയെ റേപ്പ് ചെയ്തതാണോ? രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ത്രീയോട് ബലാത്കാരം ചെയ്യുകയായിരുന്നോ ചെയ്തിരുന്നത്? രണ്ടുപേർക്കും വ്യക്തിപരമായി ശാരീരികവും മാനസികവുമായി ബന്ധം ഉണ്ടായിരുന്നതല്ലേ? അപ്പൊ അതിനുശേഷം ഇവർ തമ്മിൽ ഉടക്കുണ്ടായാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം എങ്ങനെയാ കുറ്റക്കാരനാകുന്നത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ശരിയാണ്, രാഹുൽജി പറയുന്നതെല്ലാം ശരിയാണ്. ഇപ്പോ ഉഭയകക്ഷി സമ്മതപ്രകാരമാണ്. പക്ഷെ ഇവിടെ ഒരു വിശ്വാസ വഞ്ചനയില്ലേ? അവൾ എല്ലാം എന്താ പറയുക, അയാൾ സമർപ്പിച്ചിട്ട് അയാൾ വിവാഹം കഴിക്കുമെന്നല്ലേ വിചാരിച്ചു. അപ്പൊ അയാൾക്ക് പല സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് അറിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വിവാഹം കഴിക്കുന്നതിന്റെ കാര്യം എവിടെ സംസാരിച്ചായിട്ടാണ്? അല്ല, വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടായിരിക്കുമല്ലോ. എന്ന് നമ്മൾ ഇതുവരെ എവിടെയും കണ്ടില്ല. എന്ന് വിവാഹത്തിന്റെ കാര്യം സംസാരിക്കുന്ന ചാറ്റുകളോ കാര്യങ്ങളോ ഇതുവരെ എവിടെയും കണ്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വസ്തുത. രണ്ട്, ഒരു വിശ്വാസവഞ്ചന നടന്നിട്ടുണ്ടോ? 100% അത് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെയല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനും ആ പെൺകുട്ടിയും സംസാരിച്ച ചാറ്റുകളും അവരുടെ സ്വകാര്യത ലംഘിക്കുന്ന കാര്യങ്ങളും ഒക്കെ പുറത്തേക്ക് വിട്ടത് ആരാണ്? അല്ല, അത് പുറത്തുവിടാനുള്ള കാരണം തന്നെ ഇയാളിൽ നിന്നുണ്ടായ വിശ്വാസവഞ്ചനയുടെ കാര്യങ്ങൾ പുറത്ത്. ഇപ്പൊ മറ്റൊരു യുവനടിയോട് ഇത്തരത്തിൽ മോശമായി പെരുമാറി ഒരു പ്രവാസി യുവതിയോട് ഓരോന്നായിട്ട്. പ്രവാസി യുവതിയുടെ കാര്യം എനിക്കറിയില്ല, യുവനടിയുടെ കാര്യം ഞാൻ പറയാം. യുവനടിയോട് ടെലിഗ്രാമിൽ ചാറ്റ് അയച്ചു എന്നാണ് പറയുന്നത്. എന്ത് ചാറ്റ് അയച്ചത്? തെളിവുണ്ടെങ്കിൽ ഒറ്റ കാര്യമേ, ഇതിലെ പോളിസി പൊസിഷൻ ഒറ്റ കാര്യമേ ഉള്ളൂ. തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നത് സ്ത്രീ വിരുദ്ധമല്ല. തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരു കാരണവശാലും സ്ത്രീകൾക്കെതിരെയല്ല. കാര്യം സരിത ഉമ്മൻചാണ്ടിയെ ഇതിനേക്കാൾ അപ്പുറം പറഞ്ഞ കഥകൾ പറഞ്ഞല്ലേ വേട്ടയാടിയത്. ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് എന്നെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിച്ചു എന്ന് മനോരമ പേജിന്റെ ഫ്രണ്ട് പേജിൽ പോലും അച്ചടിച്ച് എന്നൊരവസ്ഥ ഉണ്ടായില്ലേ? നമ്മളെല്ലാം അത് വിശ്വസിക്കുകയും ഉമ്മൻചാണ്ടി സാറിനെ വർഷങ്ങളോളം വേട്ടയാടിയില്ലേ? എന്നിട്ട് അവസാനം എന്തായി? പക്ഷെ ഇത്തരത്തിൽ അല്ല, തെളിവ് ശരിയാണ്, തെളിവ് ഉണ്ടാകണം. ഒരു സ്ത്രീ വിശ്വസിക്കുമ്പോൾ എങ്ങനെയാണ് ഇയാൾ നാളെ ചതിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു സ്ത്രീ തെളിവ് ഉണ്ടാക്കി വെക്കുന്നത്? അങ്ങനെ സംഭവിച്ചതാണോ? ഇപ്പൊ ഉദാഹരണം, ഒരു ആണും പെണ്ണും തമ്മിൽ ലൈംഗിക ബന്ധം ഉണ്ടാകുന്നത് പരസ്പര ആകർഷണത്തിന്റെ, ഇഷ്ടത്തിന്റെ, താല്പര്യത്തിന്റെ ഒക്കെ പേരിലായിക്കൂടെ? രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്ന് ഇതുവരെ ചാറ്റുകളോ മറ്റു കാര്യങ്ങളോ വന്നിട്ടില്ലല്ലോ. അല്ല, വിവാഹ വാഗ്ദാനം നൽകാതെ ഒരു പ്രത്യേകിച്ച് അതൊരു മാധ്യമപ്രവർത്തക എന്നാണ് പറയുന്നത്. ഒരു മാധ്യമപ്രവർത്തക വിവാഹ വാഗ്ദാനം നൽകാതെ അയാളോടൊപ്പം പോവുകയോ അയാളോടൊപ്പം കിടക്ക പങ്കിടുകയോ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അയ്യോ, അതെന്താ മാഡം അങ്ങനെ? എത്രയോ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ, ഞാൻ പറയുന്നത് എല്ലാ പെൺകുട്ടികളും ഒന്നും അല്ല, ഒരുപാട് പെൺകുട്ടികൾ, അങ്ങനെ അവര് നമ്മുടെ പെൺകുട്ടികൾ എന്നാണ് എന്റെ ആഗ്രഹം. എത്രയോ പെൺകുട്ടികൾ വൺ നൈറ്റ് സ്റ്റാൻഡ് പോകുന്നു, പരസ്പരം അട്രാക്ഷന്റെ പുറത്ത് പോകുന്നു, അല്ലെങ്കിൽ കാഷ്വൽ സെക്സിലേക്ക് പോകുന്നു, ഈ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്ന കാര്യത്തിലേക്ക് പോകുന്നു. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രണയിച്ച് വഞ്ചിച്ചതാണെന്ന് നമുക്ക് തെളിവില്ല. ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വന്ന ചാറ്റുകളും ഇതൊന്നും ഇതിനൊരു ആധാരം തെളിവല്ല എന്നാണോ പറയുന്നത്? ചാറ്റിൽ വന്ന കാര്യങ്ങളൊന്നും ഇതിന് ആധാരമാണോ? ഒരു കാര്യമെങ്കിലും മാഡത്തിനുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. ഞാൻ ചോദിക്കട്ടെ, ട്രാൻസ്ജെൻഡറായ അവന്തിക പറഞ്ഞത് നിന്നെ എനിക്ക് റാപ്പ് ചെയ്യണം എന്നാണ് അവന്തിക പറഞ്ഞത്. അവർ ഒരു സ്ത്രീ ഇതൊക്കെ തെളിവ് വെച്ചിട്ടാണ് അവര്. ഇല്ലെങ്കിൽ നാളെ ഈ സ്ത്രീ എനിക്കെതിരെ പറഞ്ഞൂടെ? ധന്യാജി ഒന്ന് ആലോചിച്ച് നോക്കൂ. നാളെ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയാണ്, ഞാൻ
കൃത്യം ഒരു ഉദാഹരണവും പറയാം. ഇതേപോലെ ട്രാൻസ്ജെൻഡർ അല്ല ഒരു ഗേ ആയ പുരുഷൻ വന്ന് രഞ്ജിത്ത് സാറിനെതിരെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? രഞ്ജിത്ത് സാർ ബാംഗ്ലൂരിൽ വെച്ച് എന്നെ റേപ്പ് ചെയ്തു എന്ന് അവസാനം കോടതി കണ്ടെത്തി എന്താ അറിയാമോ? ആ ഹോട്ടൽ എന്ന് നിലവിലില്ലായിരുന്നു. കള്ളക്കേസിന്റെ ക്ലാസിക് ഉദാഹരണം എന്നാണ് ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി ഇതിനെക്കുറിച്ച് പറഞ്ഞത്. നമ്മൾ മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയുള്ള ഒരു നമ്പറായിരിക്കും അത്. എല്ലാം അങ്ങ് പറയുന്നത് പോലെയൊക്കെയാണ്. പക്ഷേ ഇതുവരെ പുറത്തുവിടാതിരുന്നിട്ട് ഒരു സ്ത്രീ പെട്ടെന്ന് തന്റെ ചാറ്റുകൾ പുറത്തുവിടുന്നു. ഒരു ഗർഭചിത്രം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലും പുറത്തുവിടാൻ ആ സ്ത്രീ തയ്യാറായി എങ്കിൽ അവർ അനുഭവിച്ച വേദന ഇയാളിൽ നിന്ന് അനുഭവിച്ച അവഗണന എത്രമാത്രമായിരിക്കണം, മാനസിക വേദന എത്രമാത്രമായിരിക്കണം. ഈ പോയിന്റ് വളരെ കറക്റ്റ് ആണ്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് അറിയാമോ? രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത വ്യക്തി എന്ന തന്നെ പറയുകയാണ്. പലപ്പോഴും ഞങ്ങൾ ആണുങ്ങൾക്ക് പുരുഷന്മാർക്ക് സ്ത്രീകളെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവര് തലയിലാകുമോ എന്ന് പേടിച്ച് അവരെ അകറ്റി നിർത്തുന്ന ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ധൈര്യപൂർവ്വം പറയേണ്ടിയിരുന്ന നിലപാട് ഞാനും ആ വ്യക്തിയും തമ്മിൽ ഇഷ്ടമുണ്ടായിരുന്നു, ചിലപ്പം സ്നേഹമുണ്ടായിരുന്നു, ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അതിന്റെ ഭാഗമായി ഇങ്ങനെ സംഭവിച്ചു. പക്ഷെ ഞാൻ കല്യാണ വാഗ്ദാനം ഒന്നും കൊടുത്തിട്ടല്ല. ഇത് സത്യസന്ധമായി തുറന്നു പറയുന്നതിന് പകരം വളഞ്ഞ വഴിയിലൂടെ ഇത് AI ഉണ്ടാക്കിയതായിരിക്കും, ഇത് കൃത്രിമമായി ഉണ്ടാക്കിയായിരിക്കും എന്നൊന്നും പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൗണ്ടാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കേൾക്കുന്ന ആർക്കും അറിയാം. അപ്പോ ഇത് ശക്തമായി ഓണപ്പ് ചെയ്ത് എനിക്ക് ഈ രീതിയിൽ ഒരു താല്പര്യവും ഇഷ്ടവും ഉണ്ടായിരുന്നു, ഞാൻ പക്ഷേ വിവാഹ വാഗ്ദാനം ഒന്നും നൽകി പീഡിപ്പിച്ചില്ല, അങ്ങനെ പറയുന്നതിന് അർത്ഥമില്ല എന്ന് ധൈര്യപുരസരം പറയുന്നതിന് പകരം ഇത് വ്യാജമാണ് എന്നൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ആ കാര്യത്തിൽ മാഡം പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇനി ഒരു കാര്യം കൂടെ, ഈ നടിയുടെ കാര്യമല്ല, അവരുടെ നിലപാടിനോട് എനിക്ക് 100% വിയോജിപ്പാണ്. പക്ഷേ ആ പെൺകുട്ടിയുടെ ചാറ്റ് വായിക്കുമ്പോൾ നമുക്കൊരു വേദനയും വിഷമവും തോന്നുന്നുണ്ട്. കാരണം ആ ചാറ്റിൽ എനിക്ക് വയറ്റിൽ വളർന്ന കുട്ടിയോട് ഒരു താല്പര്യവും ഇഷ്ടമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഉള്ള ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലെ സത്യം എന്തായാലും പറയണം. പക്ഷേ തെളിവ് വരുന്നത് വരെ ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേട്ടയാടുകയോ മറ്റോ ചെയ്യരുത്. ആ തെളിവാണ് ഇതിൽ പ്രധാനം. തീർച്ചയായിട്ടും തെളിവ് തന്നെയാണ് പ്രധാനം. ഈ പെൺകുട്ടി മുന്നിട്ട് വന്ന് ഈ ഒരു പരാതി കൊടുത്താൽ, ഒരുപക്ഷെ പരാതി കൊടുത്താൽ അത് തന്റെ മുഖം കാരണം ആ പെൺകുട്ടി അതിൽ പറയുന്നുണ്ട്, എന്റെ അമ്മ ഇത് കണ്ടാൽ എന്റെ അമ്മ കരയുമെന്നുള്ള ഭയം എനിക്കുണ്ട്. അപ്പൊ ഞാനിത് പരാതിപ്പെട്ടാൽ അത് മാധ്യമങ്ങളാണ്, അവരത് പൊക്കിപ്പിടിച്ച് തീർച്ചയായിട്ടും ഈ പെൺകുട്ടിയുടെ മുഖം എവിടെയെങ്കിലും വെളിപ്പെടുത്താം, അല്ലെങ്കിൽ പേര് വെളിപ്പെടാനുള്ള സാധ്യതയുണ്ട്. പേര് വെളിപ്പെടുത്തിയാൽ 1.5 വർഷം ജയിലിലിടും. ഈ പെൺകുട്ടി അതിജീവിതയായി ഒരു പരാതി കൊടുത്താൽ, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ സ്വകാര്യത ലംഘിച്ചാൽ, ആ പെൺകുട്ടി സ്വയം എന്ന് പറയുന്ന അല്ലാതെ ലംഘിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്ത് അത് ചെയ്യുന്നവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാനുള്ള വകുപ്പുണ്ട്. അതുകൊണ്ട് ആ പെൺകുട്ടി ചതിക്കപ്പെട്ടു എന്ന് കാഴ്ചപ്പാടുണ്ടെങ്കിൽ 100% പരാതി കൊടുക്കണം. ഈ ഇരുളിന്റെ മറവിലിരുന്ന് ഇത് ചെയ്യുന്ന പരിപാടി ശരിയല്ല. ഉണ്ടെങ്കിൽ ധൈര്യപൂർവ്വം ഒന്ന് പരാതി കൊടുക്കട്ടെ. അതല്ലേ നമ്മൾ ചെയ്യേണ്ട കാര്യം. ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ. അപ്പം ഒരു ജനപ്രതിനിധിയായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് നിരവധി പേർ, ഇനിയും ബോംബുകൾ പൊട്ടുമെന്നാണ് പറയുന്നത്, നിരവധി പേർ രംഗത്തെത്തുന്നു. ഇത്തരം ചാറ്റുകൾ ഇരുട്ടത്തിരുന്നു കൊണ്ട് പല ചാറ്റുകളും പുറത്തു വിടുന്നുണ്ട്, പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ പാലക്കാട് ഒരു ജനപ്രതിനിധിയായി നിൽക്കാൻ, അല്ലെങ്കിൽ ഒരു MLA സ്ഥാനം വഹിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അർഹതയുണ്ടോ? 100% കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. അത് മുകേഷ് ഏട്ടനുണ്ട്, സുരേഷ് ഗോപി സാറിനുണ്ട്. കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത് വരെ ഒരു കുറ്റക്കാരല്ല. അതാണ് നമ്മുടെ ജനാധിപത്യം, നമ്മുടെ ഭരണഘടന. കോടതിയുടെ വിധി വരണം. സുരേഷ് ഗോപി ചോദിച്ച അതേ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മുകേഷ് കുറ്റക്കാരനാണെന്ന് ഏതെങ്കിലും കോടതി പറഞ്ഞോ? രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് ഏതെങ്കിലും കോടതി പറഞ്ഞോ? അത് ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ കേരളീയ പൊതുസമൂഹം തയ്യാറാകണം. താങ്ക് യു രാഹുൽ. താങ്ക് യു.